ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാറു ഫാമിലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? പതിവ് പോലെ ഞാൻ ഇന്നും ഒരു സാധാരണ കറിയുമായിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നത്. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും അല്ല, നേരത്തെയൊക്കെ. ഇപ്പോൾ അങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് അത് കഴിക്കണമെന്ന് തോന്നുമ്പം ഞാനുണ്ടാക്കും. അങ്ങനത്തെ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പഴയകാല കറി പുതിയ പിള്ളേർക്കും പുതിയ തലമുറയ്ക്കുമൊക്കെ ഇത് പരിചയമുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലുണ്ടാക്കാറുള്ള കറികളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ പുതിയതായിട്ടുള്ളതും നല്ല പലഹാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായവും കൂടെ വേണം. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ നല്ല അത്യാവശ്യം നല്ല നല്ല സ്നാക്സുകളോ അല്ലെങ്കിൽ മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയേനെ. അപ്പം അതിന് ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. പിന്നെ പാറക്കുട്ടിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അല്ലേ വരുള്ളൂ. അവൾക്ക് ഇനിയിപ്പം ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ഉണ്ട്. ആ സമയത്ത് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. പറഞ്ഞു നോക്കണം. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന കറി സാധാ കറിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും, ഈ ഇത്രയും നാൾ കണ്ടവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇനി പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ രീതിയിലും. അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കേ. ഉച്ചയൂണിനുള്ള കറിക്കുള്ള സംഭവമാണ്. ഇന്ന് സിമ്പിളാണ്. ഇന്ന് സാധാ കറിയാണ്, പഴയ കാലത്തെ കറിയാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്നും ഈ പഴയ കറിയുള്ളൂന്ന്. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ പുതിയ ഇനം കറികളെക്കുറിച്ചല്ലേ അറിയാവുള്ളൂ. പഴയ കറികളൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഒരു 10-20 വർഷം മുമ്പൊക്കെ ഇങ്ങനെയും കറികൾ വെച്ച് കൂട്ടുമായിരുന്നു മനുഷ്യർ എന്നൊന്ന് അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഇത്. ഉണക്കമീൻ തക്കാളിക്കയിട്ട് ചാറ് വയ്ക്കണം. തേങ്ങ അരച്ച്, പച്ച തേങ്ങ അരച്ച്, പിന്നെ മുളകും തേങ്ങയും മഞ്ഞളും എല്ലാം നല്ല വെണ്ണ പോലെ അരച്ച് ചേർത്ത് തക്കാളിക്ക മീൻ കറി വെച്ച് ഇച്ചിരി കടുകൊക്കെ വറുത്തൊഴിച്ച് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്കക്കപ്പ പുഴുങ്ങിയതും ഈ ഉണക്കമീൻ കറിയും കൂടി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പം ഉണക്കക്കപ്പ കിട്ടാനേ ഇല്ല, ഭയങ്കര വിലയാണ്. 1 കിലോയ്ക്ക് 100 രൂപയൊക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഒത്തിരി വർഷങ്ങളായിട്ട് ചാക്കുംപടി സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. ഇപ്പം അതൊന്നും കണി കാണാൻ പോലും ഇല്ല. കൊതിയൊക്കെ തോന്നിയാൽ പിന്നെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കണം. എന്തായാലും ഞാൻ ഇന്ന് ഉച്ചച്ചോറിനുണ്ടാക്കുന്ന കറി ഇതാണേ. ഇത് വറക്കാനായിട്ട് ഉണക്കമീൻ വറക്കും. അതായത് അച്ചാറ് പൊടി മാത്രം തിരുമും. ഈ മീൻ്റെ ഉപ്പ് കളഞ്ഞിട്ട് അച്ചാറ് പൊടി തിരുമ്മി നന്നായിട്ട് പച്ചമുളകും കീറിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കും ഉണക്കമീൻ. അതിന് ഭയങ്കര രുചിയാട്ടോ. അത് ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറ് പൊടി മാത്രം തിരുമ്മി അത് വേറെ ഒരു മുളക് പൊടിയെ കൂടെ കൂട്ടണ്ട. അച്ചാറ് പൊടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ആ ടേസ്റ്റ് എല്ലാം ആ ഉണക്കമീനെ ചെല്ലും. പിന്നെ അതുപോലെ തന്നെ ഈ പച്ചമുളക് കീറിയിട്ട് തക്കാളിക്കയും കൂടെ ഈ ഉണക്കമീനുകൾ ചേർത്ത് കറി വയ്ക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കാം. ഇതാണ് മെയിൻ സംഭവം. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്ത് കാണിച്ചത്. ഓക്കേ. അപ്പോൾ ആദ്യമേ നമുക്ക് മീൻ വേവിക്കാം. പുളിയിട്ട് ഇഞ്ചിയും ചതച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ആദ്യമേ മീനൊന്ന് വേവിക്കാം. ഈ മീൻ കറിക്ക് ഒരു കാരണവശാലും ഉപ്പ് ചേർക്കണ്ട. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഇറച്ചിയാന്ന് തോന്നും, പക്ഷേ ഇത് ഉണക്കത്തിരണ്ടിയാണ്. ഞാൻ കാണിച്ചല്ലോ ആദ്യം. അപ്പം അതിലേക്ക് ഇനി കറിവേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഈ പുളിയും വെള്ളം ഒഴിച്ചു. ഇനി ഇഞ്ചി കല്ലേ വെച്ച് ചതച്ചതാണ്, അതിട്ടു. അപ്പോൾ പുളിവെള്ളമായി, ഉപ്പിടണ്ട, മഞ്ഞൾപ്പൊടി ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു. ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതിനായി പുളിയും പിടിച്ച് മഞ്ഞൾപ്പൊടി പിടിച്ച് നന്നായിട്ട് മീൻ വെന്ത് വരുമ്പം അരപ്പും തക്കാളിക്ക വരട്ടി ഇതും കൂടെ ചേർക്കാം. അതുവരെ ഇത് അടുപ്പിൽ ഇരുന്നൊന്ന് വേകട്ടെ. തീ കൊടുത്തിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാലും മതി കേട്ടോ. അതവിടെ ഇരുന്ന് നന്നായിട്ട് വേകട്ടെ, ബാക്കി പിന്നെ കാണിക്കാം. ഇനി അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരണ്ടി മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇത് 3 കൂട്ടം മാത്രം മതി. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം തക്കാളി വഴറ്റി പച്ചമുളക് ഉള്ളിയും ചേർത്ത് വഴറ്റി ഈ അരപ്പും ചേർത്ത് തിളയ്ക്കുമ്പോൾ ഈ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഉപ്പിറങ്ങി പുളി പിടിക്കും. അരക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അരപ്പുണ്ടാക്കി വെച്ചു. തക്കാളിക്കും ഉള്ളിയും പച്ചമുളകും എണ്ണയിലിട്ട് വഴറ്റി അരപ്പും ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ വെന്ത ഉണക്കമീൻ അതിനകത്തേക്ക് എടുത്ത് ചേർക്കാം. എണ്ണ നന്നായി തിളച്ചിരിക്കുവാണ്. കടുകിടട്ടെ. എണ്ണ നല്ല ചൂടാണല്ലോ. കുഞ്ഞുള്ളി ചേർക്കാം. പച്ചമുളകും അതോടൊപ്പം തന്നെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇടേണ്ടതാണ്. പച്ചക്കറിവേപ്പിലയില്ല, അതുകൊണ്ട് വെച്ചത് തീർന്നു പോയി. ഇനി പറമ്പിൽ മുകളിൽ പറമ്പ് കയറി പോകാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചുണ്ടായിരുന്നു. ഞാൻ മീനിനകത്തോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് മതി. ഉണ്ടായിരുന്നെങ്കിൽ ഇട്ടേനെ, ഇല്ലാത്തതൊന്നും ഇടുന്നില്ല. ഇനി സമയം പോലെ പോയി കുറച്ച് പറിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കണം. 1-2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കുകയില്ല, അത് കഴിയുമ്പോഴത്തേന് വാടിപ്പോകും. അതുകൊണ്ട് ആവശ്യത്തിന് പറിക്കാനും പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കരോട്ട് കയറി പോകണം. അതും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലപ്പം പച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടുന്ന കറിവേപ്പില ഉണ്ടാകും. പിന്നെ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് നല്ല വിഷമുണ്ടെന്നാണ് പറയുന്നത്. കടയിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയ്ക്കകത്ത് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് മുക്കി നന്നായിട്ട് കഴുകി വേണം എടുത്ത് കറി ചേർക്കാൻ. നമ്മുടേതാകുമ്പോൾ പറിച്ചുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഊരി വാരി പറിച്ച് കറിയിലേക്കൊന്നുമില്ല, ധൈര്യമായിട്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് തരട്ടെ. ഉള്ളി നന്നായിട്ട് വഴണ്ടു കേട്ടോ. മുളക് വരെ എന്നിട്ട് നന്നായിട്ട് വഴണ്ടു. മീൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിച്ച് അരപ്പുണ്ടാക്കിയപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തു. അതുകൊണ്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ചേർക്കുന്നില്ല. ഉപ്പ് ഈ കറിക്ക് ഉപയോഗിക്കുന്നതേ ഇല്ല കേട്ടോ. ഈ മീനിൻ്റെ ഉപ്പ് മതി. ഈ മീനിൻ്റെ ഉപ്പ് അരപ്പിനും തക്കാളിക്കും എല്ലാം കൂടി പരുവത്തിനായിക്കോളും. തക്കാളി ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. തക്കാളി നന്നായിട്ട് വഴറ്റി എടുക്കണം. ഈ ഒരു കറി ഉണ്ടല്ലോ, ഈ കറി അതായത് ഈ ഉണക്കത്തിരണ്ടി ഈ തക്കാളിക്കും കൂടെ വെക്കുന്ന ചാറ് കറി ചോറിന് ആണ് ഏറ്റവും നല്ലത്. ചോറിന് പിന്നെ ഉണക്കക്കപ്പ തേങ്ങ അരച്ച് കുഴച്ച് പുഴുങ്ങുന്നതിന്, അതുപോലെ പച്ചക്കപ്പയ്ക്ക് ചേരും. അല്ലാതെ മറ്റ് അപ്പോ ചപ്പാത്തിയോ പൊറോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഉണക്കമീൻ കറി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതൊരു കാരണവശാലും ചേരുകയില്ല. ചോറിന് ഉപയോഗിക്കാം. ചോറ് ഇഷ്ടം പോലെ നമ്മൾ വയററിയാതെ ചോറ് കഴിക്കും ഈ കറി ഉണ്ടെങ്കിൽ. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അതായത് ഹൈ റേഞ്ച് മേഖലയിൽ പച്ചമീൻ അങ്ങനെ നേരത്തെ ഒന്നും ഒത്തിരി ഒന്നും വരില്ല, വല്ലപ്പോഴൊക്കെ വരും. കുറച്ച് മീനൊക്കെ ആയിരുന്നു വരുള്ളൂ ഹൈ റേഞ്ചിലേക്ക്. ഇപ്പോഴല്ല കേട്ടോ, പഴയ കാലത്ത്. ഇപ്പം ഏത് മുക്കിലും മൂലയിലും പച്ചമീനുണ്ട്. ഏത് ഹൈ റേഞ്ചിൻ്റെ എത്ര ടോട്ടിൽ ചെന്നാലും അവിടെയുണ്ട് ഒരു പച്ചമീൻ കട. ഇപ്പം സർവ്വസാധാരണമായിട്ട് പച്ചമീൻ കിട്ടും. പണ്ട് അതായത് കുടിയേറ്റ കാലത്ത് ഈ ഹൈ റേഞ്ചിൽ പച്ചമീൻ എന്ന് പറഞ്ഞ സാധനം വല്ലപ്പോഴും കിട്ടും. ഇതോടൊപ്പം ഈ മീനും കൂടെ വറുത്തെടുക്കണം കേട്ടോ. ഈ രണ്ട് മീനുണ്ടല്ലോ, ഇത് നന്നായിട്ട് ഉപ്പ് കളഞ്ഞ് വെള്ളത്തിലിട്ട്, ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടായിരുന്നു ഈ മീൻ. ഉപ്പ് കളഞ്ഞിട്ട് ഇതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും
ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടി, നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടുന്ന പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു സ്പൂണിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടി ഇട്ട് തിരുമ്മി ഈ പിന്നെ തിരണ്ടിപ്പീന്ന് വറുത്തെടുത്താണ്ടല്ലോ, ഒടുക്കത്തെ രുചിയാണ്, ഒടുക്കത്തെ രുചി. 2 പച്ചമുളകും കീറിയിട്ട് എടുക്കാം. പിന്നെ ഉപ്പ് കൂടുതലാണെന്ന് തോന്നിയാൽ 2 സവാളയും കൂടിയൊക്കെ മുറിച്ചിട്ട് വേണം. അപ്പോൾ ആ ഉപ്പൊക്കെ വലിച്ചോളും. ആ സവാള നമുക്ക് എടുത്ത് ഞാൻ ഈ പച്ചമുളക് എടുത്തിന് നല്ല ടേസ്റ്റാട്ടോ, ചോറിനൊക്കെ കൂട്ടാൻ നല്ല രുചിയാണ്. ഇനി ഇത് തക്കാളി വഴണ്ട് വരാനായിട്ട് ഞാൻ വെച്ചേക്കുമായിരുന്നു കേട്ടോ. നോക്കട്ടെ. ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് ചേർക്കാമേ. അരപ്പ് ചെയ്യാൻ പറഞ്ഞത് ഇത് ഞാൻ മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് ഈ തക്കാളിക്കയിൽ ഇട്ട് യോജിപ്പിച്ച് ഈ മീനും ചേർത്ത് റെഡിയാക്കി കഴിയുമ്പോൾ കാണിക്കാതെ, സെറ്റായി കഴിഞ്ഞ് കാണിക്കാം. ഇതിലിപ്പോൾ ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ കൂടെ ഇട്ട് വഴറ്റിയാണ്ടല്ലോ, അത് അതിൻ്റേതായ ഒരു രുചി മണമൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ എന്തെങ്കിലും കരിവേപ്പിലയില്ല. എനിക്കിപ്പോൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാനൊട്ട് പറ്റുകയില്ല. ഇത് കരോട്ട് ചേർക്കണം. അതുകൊണ്ട് ഇന്നത്തെ കറി കുറച്ച് കറിവേപ്പിലയിൽ നിൽക്കട്ടെ കേട്ടോ. ഞാൻ മീനിൻ്റെ കൂടെ ഇട്ട് പോകുന്നത് ഇങ്ങനെ ഒന്ന് വെക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അരപ്പ് ചേർത്ത് വഴറ്റി കേട്ടോ. ഉണ്ടോ, അരപ്പ് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. എണ്ണ കിടന്ന് പച്ചച്ചുവയൊന്നും വരത്തില്ല കേട്ടോ. എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ, ഇതിലേക്ക് നമുക്ക് മീനും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കരുത്. ഉപ്പെല്ലാം കഴിഞ്ഞ് വലിയ കുറവ് തോന്നിച്ചാൽ മാത്രം ഉപ്പ് ചേർക്കുള്ളൂ. അപ്പം ഞാൻ മീൻ ഇടട്ടോ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച മീനാണ്. കണ്ടല്ലോ മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടേ ഇല്ല. പുളി ഇതിനകത്തുനിന്ന് ഇനി എടുത്ത് മാറ്റാം. മീൻ പിടിക്കാനുള്ള പുളി അതിനകത്തുണ്ട്. പിന്നെ തക്കാളിക്കയുടെ പുളിയുണ്ട്. അതുകൊണ്ട് പുളി നമുക്ക് മാറ്റാം. ഞാൻ പുളിയോട് കൂടി അങ്ങ് ഇട്ടുപോയി. പുളി മാറ്റിയിട്ട് ഇതിനകത്ത് ചേർത്താൽ മതിയായിരുന്നു. ഞാനങ്ങ് ജസ്റ്റ് അങ്ങ് ഇട്ടുപോയി. അപ്പം നമുക്കിനി മീൻ വറക്കാൻ നോക്കാം. കറി കണ്ടോ ഭംഗിയായിട്ട് തിളച്ചു. ഇനി ഒന്നും ചെയ്യരുത്. തീ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ്. ഇത് മതി. തീ ഓഫാക്കി. എങ്ങനെയുണ്ടോ, കണ്ടോ, സൂപ്പർ കറി കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അപാര ടേസ്റ്റാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട്, ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് മീനാണ്, ഒരു കാരണവശാലും മുമ്പേ ഉപ്പിട്ട് കൊടുക്കരുത്. കണ്ടോ, ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ചീൻചട്ടിയിൽ എണ്ണ പഴുത്ത് പുകയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. മീനിട്ട് കൊടുക്കാം. അച്ചാർ പൊടി തിരുമ്മിയതാണ്. ഇതിനകത്ത് വേറെ ഉലുവാപ്പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കാരണം അച്ചാർ പൊടിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. കണ്ടോ, ഇതെല്ലാ കൂട്ടും ഇതിനകത്ത് അടങ്ങിയതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഉണക്കമീൻ കഴിക്കാൻ. അതുപോലെ ഇപ്പോൾ 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം.
ഈ മുളക് പെരട്ടി തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ മീൻ വറുത്തെടുക്കുന്നതിനകത്ത് ഇടുന്ന മുളക്. കാരണം മീനിൻ്റെ ഇച്ചിരി ഉപ്പ് കൂടുതലാണെങ്കിൽ ആ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തോളും. ആ മീനിൻ്റെ ഉപ്പും അതുപോലെ തന്നെ മീനിൻ്റെ ടേസ്റ്റും ഈ ചുവന്ന മുളക് പൊടി, അച്ചാർ പൊടിയുടെ രുചി എല്ലാം കൂടെ ആ മുളകിലേക്ക് പിടിക്കും. അപ്പോൾ ആ മുളക് എടുത്ത് കഴിച്ച് ഒരു കഷ്ണം മീനും ഉണ്ടെങ്കിൽ അത്യാവശ്യം ചോറില്ല. അതിൻ്റെ കൂടെ വലിയ തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മതിമോളൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഈ മീനുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഞങ്ങളങ്ങനെ ചെറുപ്പം തൊട്ട് അങ്ങനെ അങ്ങ് ശീലിച്ച് പോയി. അതുകൊണ്ട് എൻ്റെ മാത്രം ഒരു സ്വഭാവമാണോ, എല്ലാവർക്കും ഇങ്ങനെയാണോ? എല്ലാവർക്കും അതെ, ഞങ്ങളുടെ ഈ നാട്ടിലെ എല്ലാവർക്കും അതെ. ഉണക്കമീനില്ലാത്തൊരു ദിവസം ഓർക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇത് വറുത്ത് കോരട്ടെ കേട്ടോ. കറി അവസാന ഘട്ടത്തിലെത്തി കേട്ടോ. പാറുവിൻ്റെ ഭാഷയിൽ ഞാൻ പണ്ടും പറയും പോലെ ഫിനിഷായി. മീൻ വറുത്തത് ഇതുണ്ടോ, ഉണക്കത്തരണ്ടി വറുത്തത്, പച്ചമുളക് ഇട്ട് വറുത്ത കേട്ടോ. അപ്പോൾ ഈ മീൻ കഴിക്കുമ്പോൾ ഉപ്പ് നോർമലാക്കാൻ ഈ സവോള എടുത്ത് കഴിക്കാം, പച്ചമുളക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, എരിവ് വേണമെന്നുണ്ടെങ്കിൽ. അത്യാവശ്യം മിച്ച എരിവുണ്ട്, എങ്കിലും അതിൽ കൂടുതൽ മുളക് വേണമെന്നുള്ളവർ, എരിവ് വേണമെന്നുള്ളവർക്ക് ആ പച്ചമുളക് ഉപയോഗിക്കാം. ഉപ്പ് ബാലൻസ് ചെയ്യാൻ സവോള എടുത്ത് കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാൻ, വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനൊരു ചെറിയ ഇലത്തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടത്തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്പം കട്ടത്തൈരും ഒഴിച്ച് ആ ഇലത്തോരനും ഉണ്ട്, ഇതുമുണ്ട്. ഇതാണ് ഉച്ചക്കത്തെ ഊണിൻ്റെ വിഭവങ്ങൾ എൻ്റെ വീട്ടിൽ ഇന്നത്തെ. ഓക്കെ, അപ്പോൾ എല്ലാവരും, എൻ്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കുട്ടികൾ, പിള്ളേർ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് എഴുതണം. അങ്ങനെ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ഒരു കാരണവശാലും എന്നെ പിന്നെ ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കമൻ്റൊന്നും എഴുതരുത് കേട്ടോ, അതെനിക്കൊരു വിഷമമാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ശരി, ഓക്കെ. അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.